അയ്യോ എന്ത് രസമാണെന്ന് നോക്കൂ. ഒരുപാട് നാളുകൾക്ക് ശേഷം പോകുന്നത്. ഹലോ പ്ലീസ്, ഒരു ലിഫ്റ്റ്. എന്റെ അമ്മ. സർ, എനിക്ക് സിറ്റി വരെ ഒന്ന് പോണം. ദയവേത് എനിക്കൊരു ലിഫ്റ്റ് തരോ? യെസ് യെസ്, കം ഇൻ. താങ്ക് യു സർ. കയ്യിലുള്ളതൊക്കെ മര്യാദക്ക് എന്റെ അടുത്ത് തന്നേക്കാം, അല്ലെങ്കിൽ നീ ലിഫ്റ്റ് ചോദിച്ചപ്പോ വണ്ടിയിൽ കേറ്റിയില്ലേ? നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഏയ്, കൂടുതൽ വാച്ച് ഓടിക്കാതെ മര്യാദയ്ക്ക് അയച്ചു തന്നേക്കാം. നിന്റെ നെക്ലസും സ്വർണവും ബാഗിലുള്ള പണവും എല്ലാം തന്നേക്കാം. ഞാൻ ചോദിക്കുന്നത് മുഴുവനും തന്നില്ല എന്നുണ്ടെങ്കിൽ നീ കാണില്ല. വേഗം വേഗം വേഗാവട്ടെ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ നല്ല ആൾക്കാരാണ് കേട്ടോ. ഏയ്, വണ്ടി നിർത്ത. ബൈ. നിങ്ങൾ വേഗം തന്നെ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ വിളിക്കാൻ നോക്ക്. ലഡ്ഡു സിംഗ് സാറിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. പുള്ളി ശിവനെ മാത്രമല്ല വിളിക്കൂ, ശിവനെ വിളിക്കാം. ഹലോ ശിവ. ഹലോ ശിവ, ഇതാ അവിടെയാണ്, അവിടെ ആ ഭാഗത്തേക്കാണ് അവര് പോയത്. ഏ കുട്ടി, മര്യാദയ്ക്ക് വഴിന്ന് മാറ്. എന്തിനാ അവിടെ നിൽക്കുന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്താണ് എന്റെ പേര്. വരൂ, വേഗം വരൂ, പോവാം. താങ്ക് യു ശിവ. ദാ ഇതുകൊണ്ടാണ് ലഡ്ഡു സിംഗിനെ വിളിക്കാതെ നിന്നെ മാത്രം വിളിച്ചത്. ഇനിയിപ്പോ ഞാൻ പോയി ലഡ്ഡു സിംഗിനോട് എല്ലാ കാര്യങ്ങളും പറയാം. ശംഷേർ, വരൂ എന്റെ മക്കളെ, എന്താണ് മോഷ്ടിച്ചോണ്ട് വന്നത്? ഒന്നുമില്ല. ഇന്ന് കൈ കിട്ടിയത് അതും കളഞ്ഞു പോയി. എന്തായാലും രക്ഷപ്പെട്ടു. നിന്റെ ഈ തടിമോടന്മാരെ ഗുണ്ടകൾ ഒരു ചെറിയ കുട്ടിനടുത്ത് തോറ്റു വന്നിരിക്കുക. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നേരം ജയിലിൽ കാണായിരുന്നു എല്ലാരും. എന്ത്?
ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയെന്നോ? ആരായിരുന്നു അത്? പോലീസുകാരനോ അത് വേറെ ആരോ? എനിക്കറിയില്ല അത് ആരാണെന്ന്, പക്ഷെ അവൻ നല്ല സൂപ്പറായിട്ട് സൈക്കിൾ ചവിട്ടുന്നുണ്ട്. എന്തൊരു ക്വാളിഫൈറ്റാ! കുംഫുലൊക്കെ ഭയങ്കര എക്സ്പെർട്ടാ ചെറുക്കൻ. ഒരു മിന്നൽ പിള്ളേര് തന്നെയാ അവൻ. അവന്റെ പേരെന്താ പറഞ്ഞത്? ആ ശിവ. ശിവ എന്നാ പേര്. ഷംഷേറിന്റെ വീരന്മാർ ആരുടെ അടുത്തും തോൽക്കാറില്ല. പിന്നെ ഇതെന്ത് പറ്റി? സോറി ബോസ്, എനിക്കറിയില്ല എന്താ പറ്റിയെന്ന്. ആ ചെക്കനായിട്ട് വഴക്കിടാൻ പറ്റില്ലായിരുന്നു, അറിയോ? ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയിരിക്കുന്നു. നാളെ ചിലപ്പോ വലിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയേക്കാം. ഇത് നോക്ക്, ഷംഷേറിന്റെ വീരന്മാർ ആരുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാറില്ല. മനസ്സിലായോ? നെക്സ്റ്റ് ടൈം ശ്രദ്ധിച്ചു വേണം കളിക്കാൻ. നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രം പോരാ, എഴുതിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉറങ്ങാൻ സമ്മതിച്ചാലേ എനിക്ക് ഉറക്കത്തിന് ഉണരാൻ പറ്റൂ. ഫോണിന്റെ ശല്യം ഒരു ഭാഗത്ത്, ഹൈവേയിലാണെങ്കിൽ മോഷണം നടക്കുന്നു അത് വേറൊരു ഭാഗത്ത്. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹൈവേ മോഷ്ടാക്കൾ മഹാശല്യമായി തീർന്നിരിക്കുകയാണ്. പോലീസ് ആണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഹൈവേ റോബേഴ്സിന്റെ ശല്യം വളരെ കൂടിയിരിക്കുകയാണ്. എന്തുമാത്രം ആൾക്കാരെയാണ് അവർ പറ്റിച്ചെന്ന് അറിയില്ല. പല റൂട്ടുകളിലാ മോഷണം നടക്കുന്നത്. ലഡു സിംഗ് സാറിന് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റില്ലല്ലോ. വരൂ, നമുക്ക് എല്ലാവർക്കും പോയി ലഡു സിംഗ് സാറിനെ സഹായിക്കാം. നീ പറയുന്നത് ശരിയാണ് ശിവ. ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി. അതെ, ഞാൻ ആരെ എങ്ങനെ പേടിപ്പിക്കാനാ? ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ സ്വയം പേടിച്ചിരിക്കുകയാണ്. പക്ഷെ ഞാൻ ആ ഹൈവേ കള്ളന്മാര് ഒരിക്കലും വെറുതെ വിടില്ല. ഞാനൊരു പണക്കാരന്റെ വേഷം ഇട്ടോണ്ടാ ഇപ്പൊ പോവാൻ പോകുന്നത്. അവന്മാർ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വരുമ്പോൾ എന്റെ കൈ കൊണ്ട് ഞാൻ ഇവരെങ്ങനെ പിടിച്ചിരിക്കും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ ശിവ? പിന്നെ ഒരു കാര്യം, നിങ്ങൾ ദൂരെ നോക്കിക്കൊണ്ടിരുന്നോളാം. എന്തെല്ലാം ആപത്ത് സംഭവിച്ചാൽ അപ്പത്തന്നെ എത്തിക്കൊള്ളാം. ഓക്കേ സർ, വെരി ഗുഡ് പ്ലാൻ. ദാ കണ്ടില്ലേ, ലഡു സിംഗ് സാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഡു സിംഗ് സാർ, ഓൾ ദി ബെസ്റ്റ്. ഞങ്ങൾ ദൂരെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു ശിവ. സ്റ്റോപ്പ് പ്ലീസ്, സ്റ്റോപ്പ് പ്ലീസ്. ഒന്ന് വണ്ടി നിർത്തുവോ? നോക്കൂ, എനിക്കൊന്ന് ലിഫ്റ്റ് തരാൻ പറ്റുമോ? ഹൈവേ റോബേഴ്സ് എന്റെ അടുത്തുള്ളതെല്ലാം മോഷ്ടിച്ചെടുത്തിരിക്കുന്നു. കൂടാതെ എന്റെ കാറും അവര് കൊണ്ടുപോയി. വരൂ കേറിയിരിക്കൂ. കുട്ടി കരയല്ലേ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. താങ്ക് യു സർ. ടിവിയിൽ എപ്പോഴും പറയാറുണ്ട് പരിചയമില്ലാത്തവർക്ക് ലിഫ്റ്റ് കൊടുക്കരുത് എന്ന്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഇതുവരെ അതൊന്നും പഠിച്ചിട്ടേ ഇല്ല. നിങ്ങൾ അവർക്ക് ലിഫ്റ്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുതൽ പോയിട്ടുണ്ടാവില്ല. പറയൂ, എന്താണ് സംഭവിച്ചത്? വള്ളി പുള്ളി ഒന്നും വിടാതെ കാര്യങ്ങൾ മുഴുവനും എനിക്ക് പറഞ്ഞു തരണം, കേട്ടല്ലോ? എന്നാ പറയൂ. അത് പിന്നെ എന്താന്ന് വെച്ചാ, ഞാൻ കാറിൽ പോയായിരുന്നു. അതായത് ഇപ്പൊ നിങ്ങൾ പോകുന്നത് പോലെ ഒരു പെണ്ണ് എന്റെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചു. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ലിഫ്റ്റ് ചോദിച്ചതുപോലെ ഞാൻ അവർക്ക് ലിഫ്റ്റ് കൊടുത്തു. അതായത് ഇപ്പൊ നിങ്ങൾ എനിക്ക് ലിഫ്റ്റ് വന്നതുപോലെ. ലഡു സിംഗ് സാറെ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല ശിവ. ഓഹോ, നിനക്കൊരു കാര്യം അറിയോ ശിവ? ഞാൻ വരുന്നതിന് മുമ്പ് ഹൈവേയിൽ വെച്ചൊരു പെണ്ണിനെ ഹൈവേ റോബേഴ്സ് അവളെ പറ്റിച്ചു കളഞ്ഞു. ഞാൻ അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓവർ ആൻഡ് ഔട്ട്. ആ പറഞ്ഞോളൂ. കുട്ടി പേടിക്കണ്ട, ഞാനൊരു പോലീസുകാരനാണ്. പറഞ്ഞോളൂ. നിങ്ങൾ അല്ല, പോലീസുകാരനാണോ? എന്താ ഈ വേഷം മാറി? അല്ല, ഈ നിങ്ങൾ ഇട്ടിരിക്കുന്ന സ്വർണം ശരിക്കുള്ളതല്ലേ? അല്ലല്ല, ഇതൊക്കെ ശരിക്കുള്ള ആഭരണങ്ങൾ തന്നെയാണ്. ഞാൻ ഇതെല്ലാം ആകാശ് വെള്ളിയിൽ നിന്നാണ് വാങ്ങിയത്. ആ ഹൈവേ റോബേഴ്സിനെ പിടിക്കാൻ വേണ്ടിട്ടാ. ഞാൻ എല്ലാ ജോലിയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. വെറുതെ അല്ല ഈ ലഡു സിംഗിന്റെ പേര് ഫേമസ് ആയത്. ശരി, അത് വിട്, കുട്ടി കാര്യം പറ, എന്താ ഉണ്ടായത്? അതൊന്നും സാരിയില്ല. എന്റെ കൺമുന്നിൽ എല്ലാവരും ഒരുപോലെ തന്നെ. പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? വേഗം ആ സ്ത്രീ ഗണ്ണെടുത്ത് എന്റെ തലയിൽ വെച്ചു. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളുടെ തലയിൽ വെക്കുന്നത് പോലെ. എന്നിട്ട് എന്താ പറ്റിയത്? എന്നിട്ട് എന്തുണ്ടാവാൻ? മര്യാദയ്ക്ക് നിങ്ങളുടെ കഴുത്തിലുള്ള ആഭരണങ്ങളും പണവും എല്ലാം എനിക്ക് ഊരി തന്നേക്ക. വേഗം ആവട്ടെ. എന്ത്? എന്റെ സാറേ, ഇത് ഹൈവേ റോബറി എന്നുള്ള പെണ്ണാണ്. ഒരു കാര്യം അറിയോ, ഇവള് ശരിക്കും സാറിന്റെ അടുത്ത് അഭിനയിക്കായിരുന്നു. പഠിച്ച കള്ളിയാണ് ഇവള്. വാചോടിക്കല മീശക്കര. ഡെയിലി ടിവിയിൽ പറയാറുണ്ട് പരിചയമില്ലാത്തവരെ വണ്ടിയിൽ കയറ്റരുത്, ലിഫ്റ്റ് കൊടുക്കരുതെന്നൊക്കെ.
പക്ഷേ എവിടെ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ പഠിക്കാനാ? മര്യാദക്ക് തരുന്നുണ്ടോ അല്ലെങ്കിൽ പുകച്ചു കളയണോ രണ്ടിനെയും? തന്നേക്കാം, ഞാനെല്ലാം തന്നേക്കാം. വേഗം പോങ്ങാതെ എടുത്തതാടോ. പേടാരാം, എല്ലാം കൊടുത്തേക്ക്. കയ്യിലുള്ളതെല്ലാം ഈ പെണ്ണിനെ കൊടുത്തേക്ക്. ബൈ, നമുക്ക് കാണാം കേട്ടോ. ഹലോ ഹലോ ശിവ, അവരെന്നെയും പറ്റിച്ചു. എന്റെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി. ആകാശ് ജ്വല്ലറിന്ന് ശരിക്കുള്ള ആഭരണങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം മോഷ്ടാക്കളെ ശരിക്കും പറ്റിക്കാൻ. പക്ഷേ അവരെന്റെ കണ്ണില് പൊടിയിട്ട് എല്ലാം അടിച്ചോണ്ട് പോയി. ഇവര് പെട്ടെന്ന് കാണാതെയായല്ലോ. അവരെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വരൂ എന്റെ വീരന്മാര് മക്കളെ, ഇന്ന് ആരെ പറ്റിച്ചിട്ടാണ് വരുന്നത്? ഇന്നൊരു പോലീസുകാരനെ പറ്റിച്ചിട്ടാ വരുന്നത്. അയാള് ശരിക്കും ഒരു മരമണ്ടൻ തന്നെയാ. അവനെ നമ്മളെ പറ്റിക്കാൻ നോക്കിയതാ. പക്ഷെ ഞാനല്ലേ അവനെ പറ്റിച്ച് ഇങ്ങോട്ട് വന്നത്. ഇത്തവണ ഏതായാലും ഞാൻ വേറൊരു ഗെറ്റപ്പിലാണ് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശിവ, നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണേ, കേട്ടല്ലോ? അവര് ഭയങ്കരന്മാരാ. ഉടനെ തന്നെ നിന്നെ മനസ്സിലാക്കും. ഞാനും മുത്തശ്ശി നല്ല പണക്കാരായിട്ട് പോകാം. നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിച്ചാ മതി. ഇനി എന്നെ കൂടി ഈ കളിയിൽ ഉൾപ്പെടുത്താത്ത കുറവേ ഉള്ളൂ. ഞാൻ ശിവയോട് തന്നെ പോകരുതെന്നും പറഞ്ഞ് നിർബന്ധിക്കുമ്പോഴാ നിങ്ങൾ എന്നെയും കൂടി ഉൾപ്പെടുത്താൻ നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവളെ, നമ്മുടെ നാട്ടിന്റെ പ്രശ്നമല്ലേ, വീനസ് സിറ്റി നമ്മുടേതും കൂടിയല്ലേ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടത് നമ്മുടെ കടമയല്ലേ. നീ വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് പാട്ടുപാടില്ല. എന്നാ എപ്പോഴാ പുറപ്പെടേണ്ടത്? വേഗം പറയൂ, ഞാൻ ഏത് ആഭരണം ധരിക്കട്ടെ? പറ, ഏത് കളർ ഡ്രസ് ഇടണ്ടെന്ന് വേഗം പറ. ഞാൻ റെഡിയാണ് വരാൻ. പറയൂ. ഇനി മുത്തശ്ശിയെ കൊണ്ട് കാര്യം കാണണമെങ്കിൽ ഇത് തന്നെ ഫോളോ ചെയ്താൽ മതിട്ടോ. ഈ ഐഡിയ കൊള്ളാം. പാണ്ഡേജി, വെള്ളക്കാറിൽ ഒരു കെണിയുണ്ട്. പോലീസിന്റെ തന്ത്രമാണ്. പിന്നെ നീ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞില്ലേ, ആ കുട്ടിയും അവരുടെ കൂടെ തന്നെ ഉണ്ട്. ഈ പ്രാവശ്യം പോലീസിനെ നല്ലൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഇനി മേലാൽ അവര് നമ്മൾക്കൊരു കെണിയൊരുക്കാൻ പാടില്ല. നമുക്കെപ്പോഴും ഓർമ്മയുണ്ടാവണം, ശംഷേറിന്റെ വീരന്മാരെ തോൽപ്പിക്കാൻ ഒരു കാലത്തും സാധ്യമല്ല എന്ന്. മുത്തശ്ശന്റെ കാറ് ഇതുവഴി വരേണ്ടതാണല്ലോ. പക്ഷെ അവര് എവിടെയാ പോയത്? നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ? മുത്തശ്ശ, മുത്തശ്ശി, മുത്തശ്ശ. രവ, നമ്മുടെ പ്ലാൻ എന്താന്ന് അവര് മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ വണ്ടി മാത്രമേ ഉള്ളൂ. നീ ലഡു സിംഗ് സാറിനെ അറിയിക്ക്, ഞാൻ അവരെ അന്വേഷിക്കാം. ഓക്കെ ശിവ, നീ നന്നായി സൂക്ഷിക്കണേ. ഞങ്ങൾ വേഗം വരാം. അങ്കിൾ, ഇവിടെ മുതിർന്ന രണ്ടാൾക്കാരെ നിങ്ങൾ കണ്ടിരുന്നോ? അതെന്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ്. ഇല്ല മോനെ, ഞാൻ ആരെയും കണ്ടില്ല. വല്ല വണ്ടികളിലോ അല്ലെങ്കിൽ നടന്നു പോകുന്നതായിട്ട് ഒന്ന് ഓർത്തു പറയൂ. ഇതുവരെ കാറും ജീപ്പും ഒന്നും ഇതിലെ പോകുന്നതായിട്ട് കണ്ടില്ല.
ചിലപ്പോ അവരുടെ കാർ കേടായത് കൊണ്ട് ഷോർട്ട് കട്ട് വഴി നടന്നു പോകാനും സാധ്യതയുണ്ടല്ലോ. കാറ് ചീത്തയായിരുന്നെങ്കിൽ അവര് വിളിച്ചേനെ. രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എങ്ങനെയാ ഫോൺ ചീത്തയാവാ? ശരി, താങ്ക് യു അങ്കിൾ. ശിവ, എന്തെങ്കിലും വിവരം കിട്ടിയോ? എവിടെയും കണ്ടില്ല രേവ. അവിടെ ഒരു ബംഗ്ലാവ് കാണുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നൊന്ന് നോക്കട്ടെ. നിങ്ങൾ അവിടേക്ക് വന്നേക്കൂ. ഹൈവേയുടെ സൈഡിലാണ് ആ ബംഗ്ലാവ് ഉള്ളത്. ഈ ചെറുക്കൻ എങ്ങനെ ഇവിടെ എത്തിയേ? ഹലോ ആന്റി, നിങ്ങൾ വയസ്സായ മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടായിരുന്നോ? അതെന്റെ മുത്തശ്ശൻ മുത്തശ്ശിയാണ്. ആ ഹൈവേയിൽ അവരെ കാറ് കിടപ്പുണ്ട്. പക്ഷെ അവരുടെ ഒരു വിവരവും ഇല്ല. സോറി മോനെ, ഞാൻ ആരെയും കണ്ടില്ലല്ലോ. അതുമല്ലാതെ വീടിന് പുറത്ത് അങ്ങനെ ഇറങ്ങാറില്ല. ഇങ്ങോട്ട് ആരും വരാറുമില്ല. കാരണം എനിക്കിവിടെ ആരും അത്ര പരിചയമില്ല. വരൂ, അകത്തേക്ക് വരൂ. നോ താങ്ക് യു ആന്റി, ഞാൻ പോവാണ്. രക്ഷപ്പെട്ടു. ഇത് വല്ല ജീപ്പിന്റെയോ അല്ലെങ്കിൽ ട്രക്കിന്റെ ടയറിന്റെ അടയാളാ. അപ്പൊ അതിന്റെ അർത്ഥം ട്രക്കോ അല്ലെങ്കിൽ ജീപ്പോ തീർച്ചയായിട്ടും ഈ വഴി വന്നിട്ടുണ്ട്. പക്ഷെ ആ ആന്റി പറഞ്ഞത് ഇങ്ങോട്ട് ആരും വന്നിട്ടില്ലെന്നാണല്ലോ. ഇതെങ്ങനെയാ പെട്ടെന്ന് ഈ അടയാളം നിന്നു പോയത്? വണ്ടി ഇങ്ങോട്ട് വന്നതിന് ശേഷം ഭൂമിയുടെ അടിയിലേക്ക് പോയോ അല്ലെങ്കിൽ ആകാശത്തേക്ക് പറന്നു പോയോ? ശിവ, എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ഞാൻ താഴേക്ക് പോവാ. നിങ്ങൾ ലഡു സിംഗ് സാറുമായി ഇവിടെ തന്നെ നിന്ന് നോക്കുക. ആരെങ്കിലും വന്നാൽ എന്നെ അറിയിക്കണേ. മുത്തശ്ശ, മുത്തശ്ശി, ഹലോ മുത്തശ്ശ, മുത്തശ്ശി. അല്ല, ഇതാ പഴയ ട്രക്കാണല്ലോ. ഓ ശംശേർ, ആ ചെറുക്കനുണ്ടല്ലോ ഇവിടം വരെ എത്തി. അറിയോ, നീ പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാര് അവന്റെ മുത്തശ്ശിയും മുത്തശ്ശനുമാ. എന്തായാലും അവൻ തിരിച്ചുപോയി. അവന് യാതൊരു സംശയമില്ല. ആ ചെറുക്കൻ ഒരു വലിയ ശല്യം തന്നെയാണല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം. മുത്തശ്ശ, മുത്തശ്ശി. മുത്തശ്ശ, മുത്തശ്ശി, നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ? ഓ ശിവ, എന്തായാലും നീ വന്നത് നന്നായി മോനെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. വേഗം വാ. എവിടെ ആരുമില്ല? ഇവിടെ ഒന്ന് പെട്ടെന്ന് വരുന്നോ? ഏയ് കുട്ടി, കൊറേ അധികം കേട്ടിട്ടുണ്ട് നിന്നെ പറ്റി. പക്ഷേ ഒരു കാര്യം നിനക്കറിയില്ലായിരിക്കും എന്നെ പറ്റി. ശംഷേറിന്റെ വീരന്മാര് ആരുടെ കൂടെയും തോൽക്കാറില്ല കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. വാ, നമുക്ക് പോവാം. Hands up!
ഇനി വേണ്ട 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 ഇനി അടിക്കരുത്, താങ്ങാൻ പറ്റൂല. ഒരു കാര്യം മനസ്സിലായി, ശിവ മുന്നിലുണ്ടെങ്കിൽ ശംശേരന്റെ വീരന്മാരും അടി വാങ്ങിച്ച ചുരുളും. എന്റെ കഴിവെന്താണെന്ന് കണ്ടല്ലോ. ഇപ്പൊ ശിവയാണ് നിങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഇപ്പൊ ഇത് ഞാനാ ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ചട്നിയായനെ. വന്നേ പോകാം, ഒരുമിച്ച് ജയിലിലേക്ക് പോകാം.